ഉയരത്തിൽ നിന്നും ശക്തി ലഭിച്ചിട്ട് അനങ്ങാതെ ക്രിയാരഹിതമായിരുന്ന ഒരൊറ്റ സംഭവം പോലും വിശുദ്ധ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ തന്റെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിനാൽ ഉരുവായ വചനം ജഡമായി തീർന്ന ക്രിസ്തുവിനെ ഉദരത്തിൽ പേറിക്കൊണ്ട് യേശുവിന്റെ അമ്മയായ വിശുദ്ധ മറിയം ഓടി. ഹല്ലേലൂയ. പരിശുദ്ധാത്മ ശക്തിയാൽ തന്നെ ഓടി. താൻ എലിശബയുടെ അടുത്ത് ചെന്നപ്പോൾ വന്ദനം കേട്ടിട്ട് എലിശബയുടെ ഉള്ളിലെ ശിശു പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് തുള്ളിച്ചാടി. ശിശു പോലും വെറുതെ ഇരുന്നില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്നെ കേൾക്കുന്ന ഒരു വ്യക്തിയെങ്കിലും നിങ്ങൾ പരിശുദ്ധാത്മ സ്നാനം ഏറ്റു എന്ന് അവകാശപ്പെടുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങൾ പരിശുദ്ധാത്മ സ്നാനം ഏറ്റ സമയത്ത് എന്തെങ്കിലും സംഭവിച്ചോ, അതോ അനങ്ങാമ്പാറ പോലെ കരിങ്കല്ല് പോലെ കസേരയിൽ ഇരുന്നോ എന്ന്. അങ്ങനെയെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ നിമിഷം വരെ പരിശുദ്ധാത്മ സ്നാനം എന്ന പിതാവിന്റെ വാഗ്ദത്തം ലഭിച്ചിട്ടില്ല. ഇനി ഞാൻ പറയാൻ പോകുന്നത്, പരിശുദ്ധാത്മ സ്നാനം ഒരുവൻ ഏറ്റിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? പ്രകടമായ മാറ്റം ഞാൻ പറയുന്നത്. ഒരു വ്യക്തിയുടെ ഉള്ളിൽ സ്നേഹം ജനിക്കുകയും അത് പ്രദർശിപ്പിക്കുകയും ചെയ്ത് അതൊക്കെ പിന്നീടാണ്. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ ശക്തി വരുമ്പോൾ, പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുമ്പോൾ വിശുദ്ധ വചനം എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുന്നു, ദൈവശക്തി ഉയരത്തിൽ നിന്ന് ആരുടെയെങ്കിലും മേൽ വന്നെങ്കിൽ എന്തൊക്കെ ചെയ്തു? ഒന്നുകിൽ അവർ പ്രവചിച്ചു, അതല്ലെങ്കിൽ അന്യഭാഷകളിൽ സംസാരിച്ചു. ഇത് രണ്ടുമല്ലെങ്കിൽ അവർ വൻ കാര്യങ്ങളെ പ്രവർത്തിക്കുകയോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയോ ചെയ്തു. പിതാവിന്റെ വാഗ്ദത്തം എന്ന പരിശുദ്ധാത്മാ സ്നാനം, ഇതായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ വിഷയം. പരിശുദ്ധാത്മാ സ്നാനം എപ്രകാരമാണ് അബ്രഹാമിനോട് ചെയ്ത പിതാവ് ചെയ്ത ആ വാഗ്ദത്തത്തിന്റെ ആത്മീയ പൂർത്തീകരണമാകുന്നത് എന്നുള്ളതാണ് നാം കഴിഞ്ഞ ആഴ്ചത്തെ ബൈബിൾ ക്ലാസ്സിൽ പഠിക്കുവാൻ കർത്താവ് ഇടവരുത്തിയത്. ഈ ആഴ്ച നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു ദുരുപദേശ ഖണ്ഡനം എന്നുള്ള സെഷനാണ്. എന്തുകൊണ്ടാണ് നാം ഇത് ഇന്ന് ചർച്ചക്കെടുക്കുന്നത്? ഇങ്ങനെ ഒരു ദുരുപദേശ ഖണ്ഡനം എന്നുള്ള സെഷൻ എന്തുകൊണ്ടാണ് നടത്തുന്നത്? 1900 ആണ്ടിൽ ഉടലെടുത്ത ഏകദേശം 1890 മുതൽ, ആ കാലഘട്ടം മുതൽ ആണ് ഈ ഹോളിനെസ് മൂവ്മെന്റ് എന്നൊരു മൂവ്മെന്റ് ഉണ്ട്. അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വന്ന ഒരു കാര്യമാണ്. അതിൽ നിന്നൊക്കെ ആവിർഭവിച്ച് വന്ന ഒരു മൂവ്മെന്റ് ആണ് പെന്റക്കോസ്റ്റൽ മൂവ്മെന്റ് എന്ന് പറയുന്നത്. അത് 1900 ആദ്യഘട്ടത്തിൽ തന്നെ ആരംഭിക്കുവാൻ കർത്താവ് ഇട ചെയ്തു. അതിനു മുമ്പ് തന്നെ നമുക്കറിയാം, കന്നേറ്റ് ഉണർവ് എന്ന ഒരു ഉണർവ് കൊല്ലത്ത് കരുനാഗപ്പള്ളിക്ക് അടുത്ത് ഉണ്ടായതായിട്ട് നമുക്കറിയാം. അതൊക്കെ തെറ്റിപ്പോയി. അതിലൊക്കെ ദുരുപദേശങ്ങളും ദുർവ്യാഖ്യാനങ്ങളും ഒക്കെ വന്നതൊക്കെ തെറ്റിപ്പോയി. ഇന്ന് അതൊന്നുമില്ല. അതുപോലെ തന്നെ നമുക്കറിയാം, വടക്കേ ഇന്ത്യയില് മഹാരാഷ്ട്രയിലൊക്കെ ഇതിനേക്കാളൊക്കെ മുന്നം തന്നെ പെന്റക്കോസ്റ്റൽ ഉണർവുകൾ ഉണ്ടായിരുന്നത് നമുക്കറിയാം. തമിഴ്നാട്ടില് ഈ 1900 മുന്നമേ തന്നെ പെന്റക്കോസ്റ്റൽ ഉണർവുകളും മൂവ്മെന്റുകളും ഉണ്ടായത് നമുക്കറിയാം. പക്ഷേ അവയൊന്നും ഇന്നത്തെ കൂട്ട് ഉള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലായിരുന്നത് കൊണ്ട് ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ 1900 എന്ന ഒരു വർഷം തിരഞ്ഞെടുത്തിരിക്കുന്നത്. സ്തോത്രം. അതുമായിട്ട് അതിന് ചുറ്റുമുള്ള എന്ന് വെച്ചാൽ 1900 അടുത്ത സമയത്തുള്ള പെന്റക്കോസ്റ്റൽ മുന്നേറ്റം. അങ്ങനെ പെന്റക്കോസ്റ്റ് കൂട്ടായ്മകളും സഭകളും ഉടലെടുത്തു. വളരെ വേഗത്തിൽ അത് ഈ ലോകത്തിന്റെ എല്ലാ ദിക്കിലേക്കും വളർന്ന് വികസിക്കുവാൻ ആരംഭിച്ചു. വരണ്ട് ഉണങ്ങി ഇരുന്ന ഒരു നിലത്തിന്റെ മേൽ ആദ്യത്തെ മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്നതായ ആ ശബ്ദവും സുഖവും ആ ഒരു പ്രത്യേക മണ്ണിന്റെ മണവും ഒക്കെ നമുക്കറിയാം. അതുപോലെയായിരുന്നു ഈ 1900 ആദ്യ കാലഘട്ടങ്ങളില് വരണ്ട് ഉണങ്ങിയിരുന്നതായ ക്രൈസ്തവ മേഖലയിലേക്ക് പെന്റക്കോസ്റ്റൽ ഉണർവ് ഉടലെടുത്ത് വരുന്നത്. അതൊരു വലിയ മഴ പോലെയായിരുന്നു. ഉണങ്ങി വരണ നിലത്ത് പെയ്യുന്ന ഒരു വലിയ മഴ പോലെ പരിശുദ്ധാത്മാവിന്റെ സ്നാനം, പരിശുദ്ധാത്മാവിലുള്ള സ്നാനം അനേകർ ഏൽക്കുകയും അവർ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ അന്യഭാഷകൾ സംസാരിക്കുക, പ്രവചിക്കുക, രോഗശാന്തി, ആത്മീയമായി വരണ്ടുണങ്ങിയ
ഒരു ക്രൈസ്തവ മേഖലയിലേക്കാണ്, അല്ലെങ്കിൽ ക്രൈസ്തവരുടെ ഉള്ളിലേക്കാണ് ഈ പെന്റക്കോസ്റ്റൽ മൂവ്മെന്റ് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വേഗം വേര് പിടിച്ച് ഇല തളിർത്ത് വളരുവാൻ ആരംഭിച്ചു. അങ്ങനെ വളരുവാൻ തുടങ്ങിയപ്പോൾ യാഥാസ്ഥികരായ ചില വേർപെട്ട ക്രിസ്തീയ കൂട്ടായ്മകൾ, പ്രത്യേകിച്ച് യൂറോപ്യൻ ദേശത്ത് അതിന്റെ കാറ്റടിച്ച് ഇങ്ങനെ കേരളത്തിൽ വരെയും ചില കൂട്ടായ്മകൾ അതിനെതിരെ എഴുന്നേറ്റ്. എങ്ങനെ ഇതിനെ തകർക്കാം, ഈ മുന്നേറ്റം എങ്ങനെ തകർക്കാം എന്നുള്ള ഒരു പദ്ധതി അവർ തയ്യാറാക്കി. അതിന്റെ ഭാഗമായിട്ട് ക്രൈസ്തവ ഗോളത്തില് ഉയർന്നു വന്നെന്നല്ല, അവർ പടച്ചുവിട്ട രണ്ട് ദുരുപദേശങ്ങളാണ്. ഒന്ന്, പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ നിന്നുപോയി എന്നുള്ളതായ ദുരുപദേശം. ഞാൻ അതേക്കുറിച്ച് എൻ്റെ ഫേസ്ബുക്ക് പേജിൽ വളരെ ആഴത്തിൽ എഴുതിയിട്ടുണ്ട്. ആരാണത് തുടക്കമിട്ടതെന്ന് വരെയുള്ള കാര്യങ്ങൾ. അദ്ദേഹത്തിന്റെ മിസ്റ്റർ വൈൻ, അദ്ദേഹത്തിന്റെ ഫോട്ടോ സഹിതം ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ അത് പലപ്പോഴായിട്ട് പോസ്റ്റ് ചെയ്ത് പ്രിയപ്പെട്ടവർ കണ്ടു കാണും. ഇത് കർത്താവിന്റെ കാലം മുതൽക്കുണ്ടായിരുന്ന ഒരു ഉപദേശമല്ല, ദുരുപദേശമല്ല. വളരെ അടുത്ത കാലത്ത്, സ്തോത്രം, ഈ 1900 കഴിഞ്ഞിട്ട് ഉടലെടുത്ത ഈ പെന്റക്കോസ്റ്റൽ വളർച്ച കണ്ട് വിളറി പിടിച്ച ചിലർ അവരുടെ കൗശല മനോഭാവത്തിൽ നിന്ന് അടർത്തിയെടുത്ത ചില കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ നിന്നുപോയി എന്നുള്ളതായ ദുരുപദേശം. അതോടൊപ്പം തന്നെ ഒരു കൂട്ടർ പടച്ചുവിട്ട വേറൊരു ദുരുപദേശമാണ് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ നടന്നതായ പരിശുദ്ധാത്മ സ്നാനം എന്നുള്ളത് 12 അപ്പോസ്തലന്മാർക്ക് മാത്രമേ ലഭിച്ചുള്ളൂ. എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് 12 അപ്പോസ്തലന്മാരെ മാത്രമേ നിറച്ചുള്ളൂ എന്നുള്ളതായ ഒരു ദുരുപദേശം. അപ്പോൾ ഇന്ന് നമ്മുടെ വിഷയം അപ്പോസ്തല പ്രവൃത്തികളിൽ ആയതുകൊണ്ട് രണ്ടാമത്തെ ആ ദുരുപദേശമായ അപ്പോസ്തലന്മാർക്ക് മാത്രമേ പരിശുദ്ധാത്മാവുള്ള സ്നാനം ലഭിച്ചുള്ളൂ എന്നുള്ളതായ ആ ദുരുപദേശം ഇന്ന് കണ്ണുകയാണ്. ഇതുകൊണ്ടെന്താ ദോഷം സംഭവിച്ചത്? ഈ ദുരുപദേശം കൊണ്ട് സംഭവിച്ച ദോഷം, അന്ന് നിങ്ങൾക്കറിയാമല്ലോ, ഇതുപോലുള്ള വലിയ ബൈബിൾ ക്ലാസ്സുകളോ ഇതുപോലുള്ള ബൈബിൾ പഠനങ്ങളോ പ്രസംഗങ്ങളോ ഒന്നും അവൈലബിൾ അല്ലായിരുന്നു. വേദപുസ്തകം പോലും അന്ന് വളരെ വിരളമായിരുന്നു. അതുകൊണ്ട് തന്നെ വിശുദ്ധ വചനത്തില് അഭ്യാസം ലഭിച്ചവർ വളരെ കുറവായിരുന്നു. അങ്ങനെ ഉള്ള ഒരു കാലഘട്ടത്തിൽ ഈ ദുരുപദേശങ്ങൾ അവർ പെട്ടെന്ന് ഒപ്പിയെടുക്കുകയും അങ്ങനെ ധാരാളം വിശ്വാസികള് പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തം, പിതാവിന്റെ വാഗ്ദത്തം പ്രാപിക്കാതെ ഇന്നും അതിനെതിരായി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും അതിനെ നിരാകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാണുമ്പോൾ വളരെ വിഷമമുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുക മാത്രമല്ല, എന്ത് ചെയ്യാൻ സാധിക്കും? ഇതുപോലെയുള്ള ദുരുപദേശ ഖണ്ഡനങ്ങൾ നമുക്ക് നടത്തുവാൻ ഇതും എനിക്കറിയാം വളരെ ചുരുക്കം പേരിൽ എത്തുകയുള്ളൂ. അതുകൊണ്ട് ഇതുപോലെയുള്ളതായ ക്ലാസ്സുകൾ പ്രിയപ്പെട്ടവർ ദയവായിട്ട് ഷെയർ ചെയ്യണം, മറ്റുള്ളവരെ ഇത് കാണുവാൻ പ്രേരിപ്പിക്കണം, ഈ വിഷയങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്യണം. അങ്ങനെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ചർച്ചകളിലൂടെ നമുക്ക് അനേകരിലേക്ക് അതിന്റെ യാഥാർത്ഥ്യത്തെ എത്തിക്കുവാൻ സാധിക്കും. കുറിവാക്യമായി ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത് പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യമാണ്. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഇതിൽ നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി എന്നുള്ളതായ ആ പരിശുദ്ധാത്മ സ്നാനത്തെ കുറിച്ചാണ്. പരിശുദ്ധാത്മാ സ്നാനം എന്നുള്ള ആ ഒരു വാക്കിനെ തന്നെ ദുരുപദേശകർ പല വിധത്തിൽ വ്യാഖ്യാനിച്ച് വല്ലതാക്കിയിട്ടുണ്ട്. ഞാൻ എന്നെ ശ്രദ്ധിക്കുന്നവരോട് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കൊള്ളട്ടെ. പരിശുദ്ധാത്മാ സ്നാനം എന്നുള്ളത് അപ്പോസ്തല പ്രവൃത്തികളുടെ ആദ്യ 1-2 അധ്യായങ്ങളിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, വളരെ വ്യക്തമായിട്ട്. ഒന്ന്, കർത്താവ് പറഞ്ഞു, ഉയരത്തിൽ നിന്ന് നിങ്ങൾ ശക്തി പ്രാപിക്കും. അത് പരിശുദ്ധാത്മാ സ്നാനവുമായി ബന്ധപ്പെട്ടതാണ്, പരിശുദ്ധാത്മാ സ്നാനമാണ്. 2, ഇവിടെ പറഞ്ഞു പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. അപ്പോൾ അത് പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധാത്മാ സ്നാനത്തിന്റെ ഭാഗമാണ്. പിതാവിന്റെ വാഗ്ദത്തം അത് പരിശുദ്ധാത്മ സ്നാനത്തെ കുറിക്കുന്നതാണ്. സ്തോത്രം. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു ആവസിച്ചു. പരിശുദ്ധാത്മ സ്നാനവുമായി
ബന്ധപ്പെട്ട കാര്യമാണ്. ഇതല്ലാതെ വിശുദ്ധ വചനം പരിശുദ്ധാത്മ സ്നാനവുമായി വേറെ ഒന്നും പറയുന്നില്ല. മാനസാന്തരപ്പെടുന്ന ഒരു വിശ്വാസിയുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് സ്ഥിരവാസത്തിന് കടന്നു വരുന്നത് പരിശുദ്ധാത്മ സ്നാനം അല്ല. പിതാവിന്റെ വാഗ്ദത്തം അതല്ല. ഞാനിത് പറയുമ്പോൾ പലർക്കും അതിനോട് എതിർപ്പുണ്ടാകാം, സംശയം ഉണ്ടാകാം. 40ാമത്തെ ബൈബിൾ ക്ലാസ് കണ്ടാൽ മതി, അത് വളരെ വ്യക്തമായിട്ട് അവിടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇതിപ്പോ 41ാമത്തെ ബൈബിൾ ക്ലാസ് ആണ്. 40ാമത്തെ ബൈബിൾ ക്ലാസ് പ്രിയപ്പെട്ടവർ കാണുക, അവിടെ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മ സ്നാനം എന്നതുകൊണ്ട് നാം എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് പിതാവിന്റെ വാഗ്ദത്തമാണ്. ഉയരത്തിൽ നിന്ന് ശക്തി ഒരുവന്റെ മേൽ വരുന്നതാണ്. പരിശുദ്ധാത്മ ഒരുവന്റെ മേൽ ആവസിക്കുന്നതാണ്. അതുപോലെ പരിശുദ്ധാത്മ ശക്തിയാൽ നിറയപ്പെടുന്നതാണ്. അപ്പോൾ എവിടെയൊക്കെ ഈ പരിശുദ്ധാത്മാവിനെ ദാനമായി ലഭിക്കുക, പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർത്തോണം, അത് ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുന്നത്, പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുന്നത്, പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വരുന്നു. സ്തോത്രം. ഇതല്ലാതെ പരിശുദ്ധ സ്നാനം എന്നതുമായി ബന്ധപ്പെട്ട് വേറെ ഒന്നും വിശുദ്ധ വചനം പഠിപ്പിക്കുന്നില്ല. അത് പ്രിയപ്പെട്ടവർ കാര്യമായിട്ട് ഗ്രഹിച്ച് കൊണ്ടാട്ടെ. നാം ഈ വാക്യം വായിക്കുമ്പോൾ എല്ലാവരും എന്ന ഒരു വാക്ക് നമുക്ക് ശ്രദ്ധിക്കാം. എല്ലാവരും. ആരാണ് ഈ എല്ലാവരും? ഈ എല്ലാവരും എന്ന് പറയുന്നത് 1ാം വാക്യത്തിൽ കാണുന്ന അവർ എല്ലാവരും ആകുന്നു. 1ാം വാക്യത്തിൽ നമ്മൾ കാണുമ്പോൾ അവർ എല്ലാവരും എന്നൊരു വാക്കുണ്ട്. അതേ പദം തന്നെയാണ് ഇവിടെ എല്ലാവരും എന്നതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്ത ഒരു ചോദ്യം നമുക്ക് ചോദിക്കണം. ഈ എല്ലാവരും എന്ന് പറയുമ്പോൾ അവരിൽ എത്ര പേരുണ്ട്? ചില സംഖ്യകളൊക്കെ പറയാറുണ്ട്. എത്ര പേരാണ് അന്ന് ആ വീട്ടിൽ ഒരുമിച്ച് കൂടിയത്? അതിന് വ്യക്തമായിട്ട് ഞാൻ മറുപടി തരികയാണ്. എണ്ണം കൃത്യം അല്ല. ആര് പറഞ്ഞാലും അവിടെ എത്ര പേര് ഉണ്ട് എന്നുള്ള എണ്ണം വിശുദ്ധ വചനം വ്യക്തമാക്കിയിട്ടില്ല. കാരണം ഏകദേശം 10 ദിവസങ്ങൾ കഴിഞ്ഞാണ്, പെന്തക്കോസ്താ ദിനത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ പറയുന്നത് യേശു ക്രിസ്തു പിതാവിന്റെ സന്നിധിയിലേക്ക് വാങ്ങിപ്പോയതിനു ശേഷം ശിഷ്യന്മാരും കർത്താവിന്റെ അമ്മയും സ്ത്രീജനങ്ങളും എല്ലാവരും കൂടെ ചേർന്ന് അവിടെ ഇരുന്ന് ഏകദേശം 120ഓളം പേര് ഇരിക്കുമ്പോൾ യൂദായുടെ സ്ഥാനത്തേക്ക് വേറൊരു ആളെ തിരഞ്ഞെടുത്ത് അപ്പോസ്തലത്വം ഏൽപ്പിക്കുവാൻ കൂടിയ ആ കൂട്ടായ്മയെ കുറിച്ചാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ഏകദേശം 10 ദിവസം കഴിഞ്ഞാണ് ഈ വീട്ടിൽ എല്ലാവരും കൂടുന്നത്. അത് 120-ൽ കൂടുതലാകാം, 120-ൽ കുറവാകാം, നമുക്ക് ആ എണ്ണം അറിയില്ല. അതുകൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരം എണ്ണം കൃത്യമല്ല എന്ന് തന്നെയാണ്. പക്ഷേ വേദപുസ്തകത്തിലെ പുസ്തകങ്ങൾ അധ്യായമായും വാക്യങ്ങളായി തിരിക്കുന്നതിന് മുൻപുള്ള എഴുത്ത് പരിഗണിക്കുമ്പോൾ 1-ാം അധ്യായത്തിലുള്ളവരാണ് 2-ാം അധ്യായത്തിലെ അവർ എന്ന് വ്യക്തമാണ്. അതിൽ കൂടുതലോ കുറവോ എന്ന് തെളിവില്ല. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ പതിയെ മനസ്സിലാവുന്നുണ്ടല്ലോ. നമ്മളിങ്ങനെ ചിട്ടയോടെ സാവധാനം ഒരു വിഷയത്തെ നമ്മൾ അഭിമുഖീകരിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സംശയങ്ങളെ അകറ്റിക്കൊണ്ട് ആ വിഷയത്തെ കുറിച്ച് പഠിക്കുവാൻ സാധിക്കും. നമുക്ക് മുമ്പോട്ട് പോകാം. ഒരു ദുരുപദേശ ഖണ്ഡനം എന്ന് പറയുമ്പോൾ ആദ്യം ദുരുപദേശങ്ങൾ ഏതൊക്കെയാണ് ഇന്ന് ഖണ്ഡിക്കുന്നത് എന്ന് കേൾവിക്കാരെ അറിയിക്കേണ്ട ഒരു കടമയുണ്ട്. അതാണ് ഞാൻ ഇവിടെ അക്കമിട്ട് നിർത്തിയിരിക്കുന്നത്. അതിലൊന്ന് പരിശുദ്ധാത്മ സ്നാനം എന്ന വാഗ്ദത്തം യേശു കൊടുത്തത് അപ്പോസ്തലന്മാർക്ക് വേണ്ടി മാത്രം എന്നുള്ളതായ ഒരു ദുരുപദേശമാണ്. 2-ാമത്തെ ദുരുപദേശം പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മ സ്നാനം ലഭിച്ചത് 12 അപ്പോസ്തലന്മാർക്ക് മാത്രം എന്നുള്ളതായ അതിഗൗരവമായ ഒരു ദുരുപദേശമാണ്. 3-ാമത്തെ ഒരു ദുരുപദേശം അത്ര ഗൗരവമല്ല എങ്കിലും നാം പരിഗണിക്കേണ്ടതാണ്. പാപി രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ പരിശുദ്ധാത്മ സ്നാനവും ലഭിക്കുന്നു എന്നുള്ള ഒരു ദുരുപദേശം. ഇത് ദുരുപദേശം എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവർ അനേകരുടെ പേരിൽ വലിയ വലിയ ചോദ്യങ്ങൾ ഉയർന്നു വരാൻ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ അത് മനസ്സിലാവും. അവസാനത്തേതാണ് പലരും ഇന്നും പെന്തക്കോസ്തുകാരെ പരിഹസിക്കാനും കളിയാക്കുവാനും ഉപയോഗിക്കുന്നതായ ഒരു ദുരുപദേശം. പരിശുദ്ധാത്മ സ്നാനത്തിനായി കാത്തിരിക്കേണ്ട ആവശ്യമോ അതിനായി പ്രാർത്ഥിക്കേണ്ട ആവശ്യമോ ഇല്ല. പെന്തക്കോസ്തുകാർ ആണ്
കാത്തിരിപ്പ് യോഗം എന്നുള്ള ഒരു യോഗം നടത്തുന്നത്. ഞാൻ അതിനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. കാരണം എന്താ, ഞാൻ കാത്തിരിപ്പ് യോഗത്തെ സപ്പോർട്ട് ചെയ്യുന്നു, പക്ഷെ അത് നടത്തുന്ന വിധത്തെ ഞാൻ പൂർണ്ണമായിട്ട് അംഗീകരിക്കുക സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല എന്ന് വ്യക്തമായി പറഞ്ഞുകൊള്ളട്ടെ. എന്ന് വെച്ചാൽ 20,000 വാട്ട്സ് ഉള്ള വലിയ സ്പീക്കറൊക്കെ വെച്ച്, വലിയ ജാസും ഗിറ്റാറും വെച്ചിട്ട്, പോപ്പ് മ്യൂസിക് ഇട്ടിട്ട് അത് പരിശുദ്ധാത്മാവിലുള്ള സ്നാനമാണെന്നും അതിലൂടെ അന്യഭാഷ പറയിപ്പിക്കുകയും തലയിൽ പിടിച്ച് കുലുക്കി അന്യഭാഷ പറയിപ്പിക്കുകയും ചെയ്യുന്ന അതുപോലെയുള്ള ദുഷ്പ്രവണതകളെ ഞാൻ നഖശികാന്തം എതിർക്കുന്ന ഒരു എളിയ ദേവദാസനാണ്. അത് ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ ഇതിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതല്ല കാത്തിരിപ്പ് യോഗം. കാത്തിരിപ്പ് യോഗം എന്താണെന്ന് നമുക്ക് പിന്നാലെ പഠിക്കാം. ഹല്ലേലൂയ. അപ്പോൾ ദുരുപദേശങ്ങൾ നാം ഇന്ന് ഖണ്ഡിക്കുന്നവ മനസ്സിലായല്ലോ. പരിശുദ്ധാത്മ സ്നാനം എന്ന വാഗ്ദത്തം യേശു കൊടുത്തത് അപ്പോസ്തലന്മാർക്ക് വേണ്ടി മാത്രം. പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മ സ്നാനം ലഭിച്ചത് 12 അപ്പോസ്തലന്മാർക്ക് മാത്രം. പാപി രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ പരിശുദ്ധാത്മ സ്നാനവും ലഭിക്കുന്നു. പരിശുദ്ധാത്മ സ്നാനത്തിനായി കാത്തിരിക്കേണ്ട ആവശ്യമോ അതിനായി പ്രാർത്ഥിക്കേണ്ട ആവശ്യമോ ഇല്ല. നമുക്ക് ഇനി അല്ലെ ഓരോ പോയിന്റിലേക്ക് കടക്കാം, ഓരോ വിഷയത്തിലേക്ക് കടക്കാം. ഒന്നാമത് നാം എടുക്കുന്ന ആ വിഷയം, പരിശുദ്ധാത്മ സ്നാനം എന്ന വാഗ്ദത്തം യേശു കൊടുത്തത് അപ്പോസ്തലന്മാർക്ക് വേണ്ടി മാത്രമോ? ഇതിനെ ഖണ്ഡിക്കാൻ പോവാം. എങ്ങനെയാണ്? ഞാൻ ആദ്യമേ പറഞ്ഞു കൊള്ളട്ടെ. വിശുദ്ധ വചനം പറയുന്നു 1-2 പേരുടെ സാക്ഷ്യത്തിൽ ഒരു കാര്യത്തെ ഉറപ്പിക്കാമെന്ന്. അപ്പോൾ 2 തെളിവ് കൊടുത്താൽ അത് ഉറപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. എന്നാൽ ഈ ദുരുപദേശം പഠിപ്പിക്കുന്നവർക്ക് വിശുദ്ധ വചനത്തിൽ നിന്ന് ഒരൊറ്റ തെളിവ് പോലും ഇതിന് തരുവാൻ സാധിച്ചിട്ടില്ല, കൗശലപരമായ തെളിവല്ലാതെ. ഞാൻ ആ വാക്ക് കൗശലം എന്ന് ഉപയോഗിക്കുന്നത് വളരെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ഒന്ന്, പരിശുദ്ധാത്മ സ്നാനം എന്ന വാഗ്ദത്തം യേശുവിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുന്ന എല്ലാവർക്കും ഉള്ളതാണ്. എന്താണ് തെളിവ്? പ്രവൃത്തികളുടെ പുസ്തകത്തിന് 2-ാം അധ്യായം 38-39 നമുക്ക് വളരെ അറിയുന്ന ഒരു വാക്യ ശകലമാണ്. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. അപ്പോൾ ആ പ്രസംഗം കേട്ടവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും കൂടെ ആ കൂട്ടത്തിൽ നിന്നിരുന്ന 11 പേരോടും കൂടെ ചോദിച്ചപ്പോൾ അവർക്ക് പത്രോസ് കൊടുത്ത മറുപടിയാണിത്. വാഗ്ദത്തം നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ളതല്ലോ. എന്താണ് പരിശുദ്ധാത്മാവ് എന്ന ദാനം? അവിടെ പരിശുദ്ധാത്മാവ് എന്ന ദാനം എന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, അത് പരിശുദ്ധാത്മ സ്നാനത്തെ കുറിച്ചുള്ള പിതാവിന്റെ വാഗ്ദത്തമാണ്. ഇവിടെയാണ് നിങ്ങളെ ഈ ദുരുപദേശകര് കുഴയ്ക്കുന്നത്. അവർ പറയും അത് പരിശുദ്ധാത്മാവ് ലഭിക്കുന്നതിനെ കുറിച്ചാ, പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ വരുന്നതിനെ കുറിച്ചാണെന്ന്. അല്ല, ഇവിടെ പത്രോസ് പറഞ്ഞിരിക്കുന്നത്. കാരണം താനിപ്പോൾ നിൽക്കുന്നത് പിതാവിന്റെ വാഗ്ദത്തം പ്രാപിച്ചിട്ടാ, തനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ വാഗ്ദത്തം ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽക്കുന്ന ഒരു വ്യക്തി, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജലത്തിൽ ഇറങ്ങി മുങ്ങി സ്നാനപ്പെടുന്ന ഒരു വ്യക്തി, ആ വ്യക്തി പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുവാൻ യോഗ്യനാണ് എന്നുള്ളതാണ് ഇവിടെ പത്രോസ് അപ്പോസ്തലൻ വിളിച്ചു പറയുന്നത്. ഇതാണ് ഒന്നാമത്തെ അതിന്റെ ഖണ്ഡനം. എന്ന് വെച്ചാൽ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ളതാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കുമുള്ളതാണ് ഈ പരിശുദ്ധാത്മ സ്നാനം എന്ന പിതാവിന്റെ വാഗ്ദത്തം. രണ്ടാമത്തെ തെളിവിലേക്ക് പോവുകയാണ്. പരിശുദ്ധാത്മ സ്നാനം എന്ന വാഗ്ദത്തം വിശ്വസിച്ച് ദൈവമക്കളായി തീർന്ന എല്ലാവർക്കും ഉള്ളതാണ്. 12 അപ്പോസ്തലന്മാർക്ക് മാത്രമുള്ളതല്ല. പ്രിയപ്പെട്ടവരെ, ഇത് രണ്ടാമത്തെ തെളിവാണ്. ഈ തെളിവോടുകൂടി അത് ഉറപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. ഞാൻ നിർത്തുകയില്ല, 3ഉം 4ഉം തെളിവ് പിന്നാലെ ഉണ്ട്. സ്തോത്രം. അതിനെ നമ്മൾ ഉറപ്പിച്ചിട്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കുകയുള്ളൂ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇത് എനിക്കുള്ള വാഗ്ദത്തമല്ല, ആ 12 അപ്പോസ്തലന്മാർക്ക് മാത്രമുള്ളതാ, അതുകൊണ്ട് ഞാനിത് പ്രാപിക്കേണ്ട ആവശ്യമില്ല എന്ന് ഒരു വ്യക്തിയെങ്കിലും ഹൃദയത്തിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ മാറ്റിക്കണം. തെളിവ്, ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാകുന്നു. വാഗ്ദത്ത പ്രകാരം അവകാശികളും. ഈ വാഗ്ദത്ത പ്രകാരം അവകാശികൾ എന്നുള്ള വിഷയം എന്താണെന്ന്
കഴിഞ്ഞ ക്ലാസ് നിങ്ങൾക്ക് കണ്ടെങ്കിലേ അത് മനസ്സിലാകൂ. 40ാമത്തെ ബൈബിൾ ക്ലാസ് കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവൂ. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ യൂട്യൂബില് ബഥാനിയ ഗോസ്പൽ മിനിസ്ട്രിയുടെ യൂട്യൂബ് ചാനലിൽ 40ാമത്തെ ക്ലാസ് മുഴുവൻ കാണുക. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഇത് പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ 3-ാം അധ്യായത്തിൽ 26ാമത്തെയും 29ാമത്തെയും വാക്യങ്ങളാണ്. അപ്പോൾ 2 തെളിവായി. എന്താണ്? കർത്താവിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് വെള്ളത്തിലിറങ്ങി പരിശുദ്ധ ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട ഏതൊരു വ്യക്തിക്കും പരിശുദ്ധാത്മ സ്നാനം എന്ന വാഗ്ദത്തം അവകാശമാണ്. അതുപോലെ ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവമക്കളായി തീർന്ന എല്ലാവർക്കും ആ വാഗ്ദത്തം അവകാശമാണ്. സ്തോത്രം. 12 അപ്പോസ്തലന്മാർക്ക് മാത്രമല്ല. ഇനി 3ാമത്തെ തെളിവിലേക്ക് പോവുകയാണ്. പരിശുദ്ധാത്മ സ്നാനം എന്ന വാഗ്ദത്തം പിതാവിനോട് യാചിക്കുന്നവർക്ക് എനിക്ക് ഉറപ്പുണ്ട് പരിശുദ്ധാത്മ സ്നാനവുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തി പോലും ഇത് പഠിപ്പിക്കാറില്ല. ഈ ഒരു വാക്യം പഠിപ്പിക്കാറില്ല. നിങ്ങൾ ഇന്നത് പഠിക്കണം. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ദുരുപദേശം പഠിപ്പിക്കുന്നത് ഒരാൾ യേശുവിൽ വിശ്വസിച്ചാൽ ഉടനെ ആ വ്യക്തിക്ക് പരിശുദ്ധാത്മ സ്നാനം ലഭിക്കുന്നു, പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്ന് വസിക്കുന്നു. എങ്കിൽ പിന്നെ എന്തിനാ പിതാവിനോട് ചോദിക്കുന്നത്? സ്തോത്രം. നിങ്ങൾ ഇത് ആലോചിക്കേണ്ട കാര്യമാണ്. പിതാവിനോട് ചോദിക്കേണ്ട ആവശ്യമുണ്ട്. അതും കുറച്ചൊന്നുമല്ല. യാചിക്കുന്നവർക്ക് എത്ര അധികം കൊടുക്കുമെന്ന്. ഈ പരിശുദ്ധാത്മാവിനെ എന്തിനാ അധികം കൊടുക്കുന്നത്? പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന വ്യക്തിയല്ലേ. ആ വ്യക്തി എന്തിനാ അധികം കൊടുക്കുന്നത്? ഇങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകണം. ഇത് വളരെ വ്യക്തമായി പിതാവിന്റെ വാഗ്ദത്തമായ പരിശുദ്ധാത്മ സ്നാനമാണ്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞ, കൽപ്പിച്ച, പ്രോമിസ് ചെയ്ത ആ ഒരു സ്നാനത്തെ കുറിച്ചാണ് ഇവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് വിശുദ്ധ വചനം വളരെ സ്വതന്ത്രമായ ചിന്താഗതിയോടെ പഠിച്ചാൽ മനസ്സിലാകും. എനിക്ക് അങ്ങനെ മനസ്സിലായത് ഞാൻ ഇന്നലെയാണ് ഇത് ഈ പ്രസന്റേഷനിൽ ചേർത്തത്. സ്തോത്രം. ഞാൻ വളരെ ആലോചിച്ചിട്ടാണ് ചേർത്തത്. ഇവിടെ പരിശുദ്ധാത്മാവിനെ കൊടുക്കുക എന്നത് പരിശുദ്ധാത്മാവ് വിശ്വാസിയുടെ ഉള്ളിൽ സ്വമേധയാ വാസമാകുന്നതോ പരിശുദ്ധാത്മ സഹായം ലഭിക്കുന്നതോ അല്ല, മറിച്ച് പരിശുദ്ധാത്മ സ്നാനമാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ വ്യക്തമാക്കിയത് പ്രിയപ്പെട്ടവർ ഓർത്തുകൊള്ളണം. ഇവിടെയും 40ാമത്തെ ക്ലാസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാല് ഇത് കാര്യമായി മനസ്സിലാവും. അപ്പോൾ 3ാമത്തെ തെളിവ് തന്നു കഴിഞ്ഞു. ഇനി 4ാമത്തെ തെളിവ് തന്ന് ഈ ദുരുപദേശത്തിന് ആണി അടിക്കുകയാണ്. 4ാമത്തെ തെളിവിലേക്ക് നമുക്ക് പോകാം. പരിശുദ്ധാത്മ സ്നാനം എന്ന വാഗ്ദത്തം യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും. ഈ ഒരു വാക്യവും പരിശുദ്ധാത്മ സ്നാനവുമായി ബന്ധപ്പെടുത്തി ആരും പഠിപ്പിച്ച് ഞാൻ കേട്ടിട്ടില്ല. തെളിവ്, ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എന്ന് വെച്ചാൽ ചോദിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഒരു ദാഹം ഉണ്ടായിരിക്കണം. ഇത് പരിശുദ്ധാത്മാവ് സ്വയം വിശ്വാസിയുടെ ഉള്ളിൽ വന്ന് വസിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ഈ ദാഹം വേറെ ദാഹമാണ്. ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. ഇത് ആരെഴുതിയത്? യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയതാണ്. പിന്നീട് കാര്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മ സ്നാനം ഏറ്റു കഴിഞ്ഞിട്ട് അപ്പോഴാണ് അപ്പോസ്തലന്മാർക്ക് മനസ്സിലായത് യേശു ഉത്സവത്തിന് മഹാദിനമായ ഒടുക്കത്തെ നാളിൽ നിന്നോട് പറഞ്ഞത് ഈ പരിശുദ്ധാത്മ സ്നാനത്തെ കുറിച്ചായിരുന്നല്ലോ. അവന്റെ ഉള്ളിൽ നിന്ന് ജീവജല നദികൾ ഒഴുകുമെന്ന് പറഞ്ഞത് പരിശുദ്ധാത്മ സ്നാനം ഏറ്റവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന് നദികൾ ഒഴുകുമെന്നാണല്ലോ പറഞ്ഞത് എന്ന് അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ സുവിശേഷം എഴുതിയപ്പോൾ ഈ ഒരു കാര്യം അവിടെ എഴുതി ചേർത്തത്. എന്താ ചേർത്തത്? അവനിത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ച് ആകുന്നു പറഞ്ഞത്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലാകിയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. സ്തോത്രം. അപ്പോൾ ഇവിടെ ആത്മാവ് വരുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അത് പരിശുദ്ധാത്മ സ്നാനം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നടന്നതായ പരിശുദ്ധാത്മ സ്നാനം. പരിശുദ്ധാത്മാവ് മുന്നമേ ഉണ്ടോ? ലോകത്തിൽ ഉണ്ട്. കാരണം ഈ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന പ്രപഞ്ച സൃഷ്ടാവാണ് പരിശുദ്ധാത്മാവ്. പിതാവാ ദൈവം, പുത്രനാ ദൈവം, പരിശുദ്ധാത്മാ ദൈവം, ഇവർ മൂവരും ചേരുന്നതാണ്. ഒന്നാണ് അവർ. ഐക്യതയിൽ നിത്യമായി അവർ വാഴുന്നതാണ് പരിശുദ്ധ ത്രിയേകത്വം. ഹല്ലേലൂയ.
അപ്പോൾ ഈ പ്രപഞ്ചം നിറഞ്ഞു നിലനിൽക്കുന്ന ഒരു പരിശുദ്ധാത്മാവ് എവിടെയെങ്കിലും പ്രത്യേക ഒരു സ്ഥലത്ത് വരിക എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നടത്തുന്നു. പക്ഷേ അങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ അത് ഓർത്തുകൊള്ളുക, അത് പരിശുദ്ധാത്മ സ്നാനത്തെ കുറിച്ചാണ്, ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുന്നതിനെ കുറിച്ചാണ്, പരിശുദ്ധാത്മ ശക്തിയാൽ നിറയപ്പെടുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. സംശയം ഉണ്ടാകരുത്. ഹല്ലേലൂയ. അപ്പോൾ യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലാകിയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. ഇതിനു മുമ്പ് യോഹന്നാനിൽ തന്നെ നിങ്ങൾ കാണുവാൻ സാധിക്കും, ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാരുടെ മേൽ ഊതിയിട്ട് പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കൊള്ളുകയും നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമെന്ന്. സ്തോത്രം, ഹല്ലേലൂയ. അതുമായിട്ടൊക്കെ ചേർത്ത് വെച്ച് വേണം ഈ ഭാഗങ്ങൾ പഠിക്കുവാനായിട്ട്. അടുത്തതായിട്ട് രണ്ടാമത്തെ ദുരുപദേശം, പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മ സ്നാനം ലഭിച്ചത് അപ്പോസ്തലന്മാർക്ക് മാത്രമോ? ഇവിടെ ഇത് ചോദിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ വീണ്ടും പറയുന്നു, ഇവിടെ പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നത് പിതാവിന്റെ വാഗ്ദത്തമാണ്. അതാരും മറന്നുപോകുന്നു. എന്ന് വെച്ചാൽ ഈ പിതാവിന്റെ വാഗ്ദത്തം അപ്പോസ്തലന്മാരായ 12 പേർക്ക് മാത്രം ഉള്ളതാണോ എന്നുള്ളതാ ചോദ്യം. അതിനുവേണ്ടി അവർ വാദിക്കുന്ന ഒരു വാദമുണ്ട്. പ്രവൃത്തി 2-ാം അധ്യായത്തിൽ അവർ എന്നതും അവർക്ക് എന്നതും 12 അപ്പോസ്തലന്മാരെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ള പ്രയോഗമാണ്. ഇത് അവർ പഠിപ്പിക്കുന്ന കേട്ടോ. ഈ ദുരുപദേശകര് പഠിപ്പിക്കുന്ന ആ ഉപദേശം ഞാൻ നിങ്ങളോട് പറയുന്നത്. അവർ പഠിപ്പിക്കുന്നത് 2-ാം അധ്യായത്തിലെ അവർ എന്ന ഉദ്ദേശിച്ചിരിക്കുന്നത് 12 അപ്പോസ്തലന്മാരെ മാത്രമാണെന്ന്. പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൽ കൂടിയിരുന്നവരുമായി ഇതിന് യാതൊരു ബന്ധവുമില്ലെന്നാണ് അവർ പറയുന്നത്. അത് മാത്രമല്ല, ഗലീലക്കാർ എന്നൊരു പ്രയോഗവും അപ്പോസ്തലന്മാരെ മാത്രം ഉദ്ദേശിച്ചുള്ളത്. അതുപോലെ 1-ാം അധ്യായത്തിൽ യേശു വാഗ്ദത്തം ചെയ്തത് അപ്പോസ്തലന്മാരുടെ മാത്രം ആയതുകൊണ്ട് അത് ആ 12 പേർക്ക് മാത്രമുള്ള വാഗ്ദത്തമാണ്. അതുകൊണ്ട് 12 അപ്പോസ്തലന്മാർ മാത്രമേ പരിശുദ്ധാത്മ സ്നാനമേറ്റുള്ളൂ, 12 അപ്പോസ്തലന്മാർ മാത്രമേ അന്യഭാഷയിൽ സംസാരിച്ചുള്ളൂ എന്ന ഒരു ദുരുപദേശമാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ പ്രിയപ്പെട്ടവർക്ക് അറിയാം ഇത് എത്ര കഠിനമായ ദുരുപദേശമെന്ന്. ഹല്ലേലൂയ. എപ്രകാരമാണ് ഞാൻ പറഞ്ഞ പോലോട്ട് ഇതില് ഈ ദുരുപദേശം പഠിപ്പിക്കുന്ന 1-2 കൂട്ടർ അവരുടെ സ്വന്തം വെബ്സൈറ്റ് വരെ ഉണ്ടാക്കി അത് മുഴുവൻ കുത്തി നിറച്ചിരിക്കുകയാണ്. അവർ ഗ്രീക്ക് പഠിച്ച്, കൊയിനെ ഗ്രീക്ക് പഠിച്ച്, അതിന്റെ വ്യാകരണം പഠിച്ച്, ആ വ്യാകരണത്തെ തിരിച്ച് മറിച്ചു വിട്ട് അവർ തെളിയിച്ചിരിക്കുകയാണ് 12 അപ്പോസ്തലന്മാരല്ലാതെ ഒരു വ്യക്തി പോലും അന്ന് അന്യഭാഷകളിൽ സംസാരിച്ചില്ല എന്ന്. സ്തോത്രം. നമുക്ക് അതിന്റെ ഖണ്ഡനത്തിലേക്ക് പോകാം. 1, അപ്പോസ്തലന്മാർ എപ്രകാരമാണോ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെട്ടത് അതുപോലെ തന്നെയാണ് കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ കൂടിയിരുന്നവർ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെട്ടതെന്ന് ദുരുപദേശരല്ല പറയുന്നത്. ആ സ്നാനമേറ്റ വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. എവിടെയാണ്? പ്രവൃത്തികളുടെ പുസ്തകം 11:15 മുതൽ 17 വരെ. ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്ക് പരിശുദ്ധാത്മാവ് ആദിയിൽ നമ്മുടെ മേൽ, നോക്കുക, നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വരിക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു അത് പരിശുദ്ധാത്മാ സ്നാനമാണെന്ന്. എന്നതുപോലെ അവരുടെ മേലും വന്നു. എങ്ങനെയാണ്? ആദിയിൽ നമ്മുടെ മേൽ എന്നതുപോലെ. എപ്രകാരമാണോ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ അപ്പോസ്തലന്മാരും എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു വീട്ടിൽ കൂടിയിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നത്, അതുപോലെ ഈ കൊർന്നേലിയോസിന്റെ വീട്ടിൽ കൂടിയിരുന്നവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നുവെന്ന് വ്യക്തമായിട്ട് പത്രോസ് പറയുന്നു. അപ്പോൾ ഞാൻ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വാക്ക് അഥവാ വാഗ്ദത്തം ഓർത്തു. എത്ര കൃത്യമായിട്ടാണ് പത്രോസ് പറയുന്നത്. 1-ാം അധ്യായത്തിൽ കൂടിയിരുന്നപ്പോൾ കർത്താവ് അപ്പോസ്തലന്മാരോട് പറഞ്ഞു, നിങ്ങൾ പട്ടണം വിട്ട് പോകരുത്, യെരുശലേമിൽ നിങ്ങൾ കാത്തിരിക്കണം, ഉയരത്തിൽ നിന്ന് പിതാവിന്റെ വാഗ്ദത്തമായ ശക്തി നിങ്ങൾ ധരിക്കുവോളം നിങ്ങൾ കാത്തിരിക്കണം. ഇവിടെ പത്രോസ് പറയുന്നു അത് തന്നെയാണ് അന്ന് കർത്താവ് പറഞ്ഞത് തന്നെയാണ് ഈ കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ കൂടിയിരുന്നവരുടെ മേലും വന്നത്. അപ്പോൾ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, വാഗ്ദത്തം 12 പേർക്ക് മാത്രമായിരുന്നോ? അതിനർത്ഥം കൊർന്നേലിയോസിനെ വീട്ടിൽ കൂട്ടുന്ന ജാതികൾക്കും ആ വാഗ്ദത്തമുണ്ട്. കാരണം എന്താണ്? പത്രോസ് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ അവർ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു. അവർ ജാതികളായിരുന്നുകൊണ്ട്
സ്നാനപ്പെടുന്നതിന് മുന്നമേ തന്നെ പരിശുദ്ധാത്മ സ്നാനം അവർക്ക് ലഭിച്ചു. കാരണം ജാതികളെ അല്ലെങ്കിൽ പത്രോസ് വെള്ളത്തിൽ സ്നാനപ്പെടുത്തുകയില്ല. സ്തോത്രം. ആകയാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവരായ നമുക്ക്, അപ്പോൾ അപ്പോസ്തലന്മാർക്ക് എന്തുകൊണ്ടാ പരിശുദ്ധാത്മ സ്നാനം ലഭിച്ചത്? അവർ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു എന്നതുകൊണ്ടാണ്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവരായ നമുക്ക് തന്നതുപോലെ അതേ ദാനത്തെ ഈ ദാനത്തെ കുറിച്ച് നിങ്ങൾ ഓർത്തോണം. എന്താണ്? പത്രോസ് 2:38-39 പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവെന്ന ദാനം. ആ ദാനമാണ് ഈ ദാനം. ആ ദാനത്തെ അവർക്കും ദൈവം കൊടുത്തുവെങ്കിൽ, കൊർന്നേലിയോസിന്റെ ഭവനത്തില് പരിശുദ്ധാത്മാ സ്നാനം ഉണ്ടായപ്പോൾ അവർ പരിശുദ്ധാത്മാവിൽ നിറയുകയും അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. ദൈവത്തെ തടുപ്പാൻ തക്കവണ്ണം ഞാൻ ആര്? ഗലാത്യർ, ഞാനിവിടെ താഴെ ഒരു ഫുട് നോട്ട് കൊടുത്തിട്ടുണ്ട്. ഗലാത്യർ 3:26, ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു, ക്രിസ്തുവിനുള്ളവർ എങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാകുന്നു. ആ വാക്യം കൂടെ ഇവിടെ ഒന്നുകൂടെ ഓർത്തുകൊള്ളണം. സ്തോത്രം. അപ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കുള്ള വാഗ്ദത്തമാണ് പരിശുദ്ധാത്മ സ്നാനം എന്ന വാഗ്ദത്തം. അത് 12 അപ്പോസ്തലന്മാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. രണ്ടാമത്തെ പോയിന്റിലേക്ക് പോവാം. യോവേൽ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്തത് നിവൃത്തിയായി എന്ന് വിശുദ്ധ പത്രോസ് സാക്ഷ്യപ്പെടുത്തിയത് 12 പേരെ കുറിച്ച് മാത്രമല്ല, അനേകരെ കുറിച്ച്. നമുക്കതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. പ്രവൃത്തികൾ 2:16, ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് അത്രേ. അതെന്തെന്നാൽ അന്ത്യകാലത്ത് ഞാൻ, അടുത്ത നോക്കുക, സകല ജഡത്തിന്മേലും 12 അപ്പോസ്തലന്മാരുടെ മേൽ നിന്ന് മാത്രമല്ല, അല്ലെ 12 ഗോത്രപിതാക്കന്മാരുടെ മേൽ നിന്ന് മാത്രമല്ല, സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. അപ്പോൾ പരിശുദ്ധാത്മ സ്നാനം എന്താണ്? പരിശുദ്ധാത്മാ ശക്തി പകരപ്പെടുന്നതാണ്. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും, ഇതുകൊണ്ടാണ് പത്രോസ് വിളിച്ചു പറയുന്നത് വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കുമുള്ളത്. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ കാണും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും, ചിലത് പറയാറുണ്ട് അവിടെ കൂടിയിരുന്ന സഹോദരിമാർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചില്ല എന്ന്. അങ്ങനെയും ഒരു ദുരുപദേശം കേട്ടിട്ടുണ്ട്. ഇവിടെ നോക്ക്, ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും എടുത്തെഴുതിയിരിക്കുകയാണ്. കൂടെ ഞാൻ അന്ന് ആളുകളിൽ എന്റെ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും. ഈ യോവേൽ പ്രവചനം പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ യേശു കർത്താവ് പറയുന്ന പിതാവിന്റെ വാഗ്ദത്തമായ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുന്നതാണ്. ഹല്ലേലൂയ. സ്തോത്രം. 2-ാം അധ്യായത്തിൽ പറയുന്ന പരിശുദ്ധാത്മാവിലുള്ള നിറവാണ്, ഒരു പ്രത്യേക നിറവ്. ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധാത്മാവ് പകരപ്പെടുന്നതാണ്, പരിശുദ്ധാത്മാവ് ആവസിക്കുന്നതാണ്. ഇവയെല്ലാം ചേർന്നതാണ് പരിശുദ്ധാത്മ സ്നാനം എന്നുള്ളത്. പ്രിയപ്പെട്ടവർ, ഇന്നെങ്കിലും മനസ്സിലാക്കുക, ഗ്രഹിക്കുക. ഞാൻ പറഞ്ഞല്ലോ 2 തെളിവ് കഴിഞ്ഞു. ഇനി 3-ാം തെളിവ് പറഞ്ഞുകൊണ്ട് ആ ദുരുപദേശത്തിന് മേൽ ആണി അടിക്കുക. അബ്രഹാമിനോട് യഹോവ ചെയ്ത വാഗ്ദത്തം ആത്മീയമായി പുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള പരിശുദ്ധാത്മാവിലുള്ള സ്നാനമാണെന്നും ഈ വാഗ്ദത്തം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കുമുള്ള വാഗ്ദത്തമാണെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ, എന്നാൽ എപ്പിസോഡ് നമ്പർ 40 നമ്മൾ തെളിയിച്ച് കഴിഞ്ഞതാ. ഞാൻ അതിലേക്ക് ഇനി പോകുന്നില്ല, അതിന് സമയം എടുക്കുന്നില്ല. താഴെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതായ വചന ഭാഗങ്ങളുണ്ട്. ഉൽപ്പത്തി 22:15 മുതൽ 18 വരെ, ഗലാത്യർ 3-ാം അധ്യായം 6 മുതൽ 9 വരെ, 16-ാം വാക്യം 26 മുതൽ 29 വരെ, പ്രവൃത്തികൾ 1-ാം അധ്യായം 4-5 വാക്യങ്ങൾ, പ്രവൃത്തികൾ 2-ാം അധ്യായം 38-39, യോവേൽ പ്രവചനം 2:28-29, പ്രവൃത്തികളുടെ പുസ്തകം 11:15 മുതൽ 17 വരെ. ഇത്രയും വാക്യങ്ങൾ എടുത്തു തരിക. ഹല്ലേലൂയ. എന്നിട്ട് ആ ദുരുപദേശത്തെ ഖണ്ഡിക്കുകയാണ്. 12 അപ്പോസ്തലന്മാരുടെ മേലെ മാത്രമല്ല, യേശു ക്രിസ്തു വിശ്വസിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട ഏവർക്കുമുള്ള വാഗ്ദത്തമാണ് പരിശുദ്ധാത്മ സ്നാനം എന്ന വാഗ്ദത്തം. ഹല്ലേലൂയ. ദുരുപദേശകർക്ക് ആർക്കെങ്കിലും ഈ കൊടുത്തിരിക്കുന്ന വാക്യങ്ങൾ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് തെളിയിക്കാനുള്ള പൂർണ്ണമായ അവസരമുണ്ട്, നിങ്ങൾക്ക് വിമർശിക്കാനുള്ളതായ പൂർണ്ണ അവകാശമുണ്ട്. അത് തീർച്ചയായിട്ടും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. തീർന്നില്ല, 4-ാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്
ആ ഒരു ദുരുപദേശ ഖണ്ഡനം തീർക്കുകയാണ്. പ്രവൃത്തികൾ 2-ാം അധ്യായത്തില് പരിശുദ്ധാത്മ സ്നാനത്തെ ഇകഴ്ത്തി കാണിക്കുവാൻ, ഒന്നോർത്ത് പോയി, ഞാൻ ആ പറയുന്ന പദം ശ്രദ്ധിച്ചോണം. ഈ ദുരുപദേശകർ ചെയ്യുന്നത് പരിശുദ്ധാത്മ സ്നാനത്തെ ഇകഴ്ത്തി കാണിക്കുകയാണ്, അതിന്റെ ഗ്രേഡ് കുറച്ച് കാണിക്കുകയാണ്. അവരത് മനസ്സിലാക്കുന്നില്ല. അവരുടെ ഉള്ളിലെ, ഞാൻ ഇന്നൊരു പോസ്റ്റ് ഇട്ടിരുന്നല്ലോ, അവരുടെ ഉള്ളിലെ ദുരാത്മാവാണ് അവരെ കൊണ്ട് ചെയ്യിക്കുന്നത്. ദുരാത്മാവിന്റെ പ്രവർത്തനം എന്താണ്? പരിശുദ്ധാത്മ പ്രവർത്തനത്തെ ഇകഴ്ത്തി കാണിക്കുക, കളിയാക്കുക, പരിഹസിക്കുക. സ്തോത്രം. അന്നത്തെ കാലത്ത് അതിന്റെ ഒരു ചെയ്യുന്നത് അന്നത്തെ കാലത്ത് ഉപയോഗത്തിലുണ്ടായിരുന്നു എന്ന് വാദിക്കുന്ന അന്നത്തെ ഗ്രീക്ക് ഭാഷാ ശൈലി ബുദ്ധിപൂർവ്വം ഉപയോഗിച്ച് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന, വിശ്വാസികൾ ഈ ഗ്രീക്ക് പഠിച്ചവരല്ലോ. ദൈവത്തിന്റെ കൃപയാൽ ഗ്രീക്കും ഹീബ്രു ഒക്കെ കുറച്ചൊക്കെ പഠിക്കുവാനും അതിന്റെ വ്യാകരണത്തിലേക്ക് പോകുവാനും ഒക്കെ ഈ എളിയവന് കർത്താവ് കൃപ ചെയ്യുന്നു. അതുകൊണ്ട് ഇവരുടെ ഈ ദുരുപദേശങ്ങൾ കൂടുതൽ മനസ്സിലാക്കുവാൻ എനിക്ക് സാധിക്കുന്നു. അപ്പോസ്തലന്മാർ മാത്രമേ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെട്ടുള്ളൂ എന്ന് തെളിയിക്കുവാൻ സാധിക്കുന്ന ഒരു വാക്യമോ പ്രയോഗമോ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും ഉദ്ധരിക്കുവാൻ ഇക്കൂട്ടർക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ പരിശുദ്ധാത്മ സ്നാനം വാഗ്ദത്തമായി പുത്രനിൽ വിശ്വസിക്കുന്ന സകല മാന ജനത്തിനും ഉള്ളതെന്ന് വ്യക്തമായി തെളിയിക്കുവാൻ ധാരാളം വാക്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിലുള്ള നമ്മൾ ഈ കഴിഞ്ഞ 3 പോയിന്റിൽ അതെല്ലാം കണ്ടു കഴിഞ്ഞതാണ്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ആ ദുരുപദേശവും ഇവിടെ ഖണ്ഡിക്കപ്പെടുകയാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവർക്ക്, ഞാൻ ഈ പറയുന്ന ഒക്കെ മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. നമുക്ക് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ചർച്ച ചെയ്യണം. അല്ലെങ്കിൽ എല്ലാവരും മൈക്ക് ഓൺ ചെയ്ത് ചർച്ച ചെയ്യണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അടുത്ത ദുരുപദേശത്തിലേക്ക് പോവുകയാണ്. പാപി രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ പരിശുദ്ധാത്മ സ്നാനവും ലഭിക്കുന്നു എന്നുള്ള. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മ സ്നാനത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വെറുതെ അത് ദുരുപദേശമാണെന്ന് ഇവർ പഠിപ്പിക്കുന്നു. പരിശുദ്ധാത്മ സ്നാനത്തിന് വേണ്ടി ഒരാള് ദാഹിക്കുകയും വാഞ്ചിക്കുകയും അതിനുവേണ്ടി പിതാവിനോട് യാചിക്കുകയും ചെയ്യുന്ന ദുരുപദേശമാണെന്ന് ഇക്കൂട്ടർ പഠിപ്പിക്കുന്നത്. നമുക്ക് അതേക്കുറിച്ചൊന്ന് മനസ്സിലാക്കാം. വാദം 1 കോരിന്ത്യർ 12-13 വാക്യങ്ങൾ പ്രകാരം പാപി രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുന്നു എന്ന് ദുരുപദേശകർ വാദിക്കുന്നു. ഇനി അതിനെ ഖണ്ഡിക്കുക. ഒന്നാമത്തെ കാര്യം, മുകൾ വാക്യഭാഗത്ത് വിശുദ്ധ പൗലോസ് അഭിസംബോധന ചെയ്യുന്നത് ആരെയാ? ശരിക്കും ആരോടാ ഈ പൗലോസ് അപ്പോസ്തലൻ സംസാരിക്കുന്നത്? ആരെ ഉദ്ദേശിച്ച എഴുതുന്നത്? പരിശുദ്ധാത്മ സ്നാനം സ്വീകരിച്ചവരെ ഉദ്ദേശിച്ച് തന്നെ എഴുതുന്നത്. ഉദാഹരണത്തിന് നമുക്കറിയാം, ഏത് ലേഖനമായിക്കോട്ടെ, ഇപ്പൊ കോരിന്ത്യ ലേഖനം, ആ കോരിന്ത്യ ലേഖനത്തിൽ വിശുദ്ധർ എന്ന് അഭിസംബോധന ചെയ്തിരിക്കുന്നത് ആ സഭയിലെ 100% ആൾക്കാരെ അല്ല. ആരാണ് യഥാർത്ഥത്തിൽ വിശുദ്ധർ? ആരാണ് വിശുദ്ധർ? യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് പാപജീവിതം ഉപേക്ഷിച്ചിട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ശിഷ്യന്മാരുടെയോ അപ്പോസ്തലന്മാരുടെയോ മൂപ്പന്മാരുടെയോ കൈക്കീഴിൽ സ്നാനപ്പെട്ട്, അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ കൈക്കീഴിൽ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ സ്നാനം ഏറ്റ് ക്രിസ്തുവിന് വേണ്ടി ജീവൻ കൊടുക്കാൻ പോലും തയ്യാറായി ജീവിക്കുന്നവരെയാ വിശുദ്ധർ എന്ന് പറയുന്നത്. അവരെ ഉദ്ദേശിച്ചാണ് ഈ എഴുത്തുകളൊക്കെ, ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, പൗലോസ് അപ്പോസ്തലൻ അഭിസംബോധന ചെയ്യുന്നത് തന്നെ പരിശുദ്ധാത്മ സ്നാനം എന്ന വാഗ്ദത്തം പ്രാപിച്ചവരെയാണ്, അല്ലാതെ പരിശുദ്ധാത്മ സ്നാനം എന്ന വാഗ്ദത്തം പ്രാപിക്കാത്തവരെ അല്ല. തെളിവ് പ്രവൃത്തികൾ 2:38-39 തന്നെയാണ് തെളിവ്. പാപി മാനസാന്തരപ്പെട്ട് ജലത്തിൽ സ്നാനപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം ലഭിക്കുവാൻ യോഗ്യനാകും. നമ്മുടെ കർത്താവ് തന്നെ വലിയ മാതൃക കാണിച്ചിട്ടുണ്ട്. താൻ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് സ്നാപക യോഹന്നാന്റെ കൈക്കീഴിൽ യോർദാനിൽ ജലത്തിൽ സ്നാനപ്പെട്ട് കഴിഞ്ഞ് വെള്ളത്തിൽ നിന്ന് കയറുമ്പോഴാണ് പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപേണ തന്റെ മേൽ ഇറങ്ങി വരുന്നതായിട്ട് വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതൊരു മാതൃകയാണ് കർത്താവ് നമ്മെ കാണിച്ചത്. ഇനി എന്താണ് വാക്യം? ശരീരം ഒന്നും അതിന് അവയവം പലതും, ശരീരത്തിന്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവുമായിരിക്കുന്നത് പോലെ ആകുന്നു ക്രിസ്തുവും. ഈ പറഞ്ഞു വരുന്നത് സഭയിൽ ഉണ്ടായിരുന്ന ഭിന്നതകളെ കുറിച്ചൊക്കെ പറഞ്ഞു വരുമ്പോൾ, അതുപോലെ തന്നെ വിവിധങ്ങളായ കൃപാവരങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു വരുമ്പോൾ, വാക്ക് തർക്കങ്ങളെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ പൗലോസ് അവരെ കാര്യങ്ങൾ പറഞ്ഞ് ഗ്രഹിപ്പിക്കുകയാണ്. സഭയെക്കുറിച്ചുള്ളതായ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കുക. അപ്പോൾ പറയുകയാണ്, ശരീരം ഒന്നാണ്, പക്ഷെ അവയവങ്ങൾ പലതാണ്. അതുപോലെ തന്നെയാണ് ക്രിസ്തുവിന്റെ ശരീരമായ സഭയും എന്നാണ് അപ്പോസ്തലൻ ആ ഭാഗത്ത് പറയുന്നത്.
യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ ആരുമായിക്കൊള്ളട്ടെ, നാം എല്ലാവരും ഏക ശരീരം ആകുമാറ്. ഇനി അടുത്തതാണ് ഇവർ തെറ്റിക്കുന്ന വാക്ക്, ആത്മാവിൽ സ്നാനമേറ്റും. എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തിരിക്കുന്നു. എന്നിട്ട് അവർ പറയും, പ്രവൃത്തി 2 അവസാനം പറയുന്നു, രക്ഷിക്കപ്പെട്ടവരെ സഭയോട് ചേർത്തുവെന്ന്. ആരാ രക്ഷിക്കപ്പെട്ടവര്? അന്നത്തെ രക്ഷിക്കപ്പെട്ടവർ എന്ന് പറയുന്നത് പത്രോസ് പറഞ്ഞതുപോലെ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ സ്നാനം ഏറ്റെടുത്തവരാ, പ്രാപിച്ചവരാ, വാഗ്ദത്തം പ്രാപിച്ചവരാ. അന്ന് അപ്പോസ്തല പ്രവൃത്തി 1 കാണുന്നതായ 2 കാണുന്നതായ ഈ രക്ഷിക്കപ്പെട്ടവർ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അവരാണ് സഭയുടെ ഭാഗം. അവരെ കുറിച്ചാണ് ഈ ശരീരത്തിലെ അവയവങ്ങളെന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. നല്ല തെറ്റാണെങ്കിൽ നിങ്ങൾ തെളിയിച്ചു തന്നാട്ടെ. ഇനിയും മലയാള പരിഭാഷയിൽ കൊടുത്തിരിക്കുന്ന ഒരു ചെറിയ പ്രയാസമുണ്ട്. ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും. യഥാർത്ഥത്തിൽ അതിന്റെ ഗ്രീക്കിലേക്ക് പോയാൽ അർത്ഥം വ്യത്യാസമാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല ഇപ്പോൾ, എനിക്ക് സമയമില്ല. ഹല്ലേലൂയ. എന്നെ ആരെങ്കിലും ബന്ധപ്പെടാൻ ഞാനത് പറഞ്ഞുതരാം. മാത്രമല്ല, ഈ പരിശുദ്ധാത്മ സ്നാനം ഏറ്റവരോടാണ് ഈ കാര്യം അറിയിക്കുന്നതെന്ന് മാത്രമല്ല, സഭയുടെ ഭാഗമാകുവാൻ പരിശുദ്ധാത്മാവിൽ സ്നാനം അനിവാര്യമാണെന്ന് കൂടി മുകൾ വാക്യത്തിൽ വ്യക്തമാണ്. ഓർത്ത് നോക്കിയപ്പോൾ ദുരുപദേശങ്ങളുടെ ദുർവശം അവർക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മ സ്നാനമേറ്റെങ്കിലേ ഒരുവൻ ക്രിസ്തുവിന്റെ ശരീരത്തോട് ചേരുകയുള്ളൂ, പൂർണ്ണമായി ചേരുകയുള്ളൂ, ക്രിസ്തുവിന്റെ ശരീരത്തിലെ ഒരവയവമാവുകയുള്ളൂ എന്നുകൂടെ ആ വാക്യം നമ്മെ പഠിപ്പിക്കുന്നു. അതിനാലാണ് ഞാനൊരു ചെറിയ നോട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കാര്യം മനസ്സിലാക്കുവാൻ. അതിനാലാണ് ഈ വിശ്വാസം ഉള്ളത് കൊണ്ട്, പൂർവിക പിതാക്കന്മാർക്ക് ഇക്കാര്യം വ്യക്തമായി അറിവുള്ളത് കൊണ്ടാണ് പാരമ്പര്യ സഭകള് എന്ത് ചെയ്യും, അവര് ശിശു സ്നാനത്തോട് ചേർന്നിട്ട് സ്ഥൈര്യലേപനം എന്നൊരു കൂദാശയുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് അറിയാമെന്ന് എനിക്കറിയില്ല. ഈ സ്ഥൈര്യലേപനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മ സ്നാനം അവരുടെ ഭാഷയിൽ മൂറോൺ കൂദാശയിലൂടെ, മൂറോൺ അഭിഷേകത്തിലൂടെ അല്ലെങ്കിൽ സ്ഥൈര്യലേപനം എന്ന കൂദാശയിലൂടെ ആ കുഞ്ഞിന് പരിശുദ്ധാത്മാവിനെ വൈദികൻ കൊടുക്കുക, പുരോഹിതൻ കൊടുക്കുകയാണ്. അത് അവരുടെ ഭാഷയിൽ പരിശുദ്ധാത്മ സ്നാനമാണ്. കാരണം പരിശുദ്ധാത്മ സ്നാനം ഏറ്റവർ മാത്രമേ കർത്താവിന്റെ ശരീരത്തിൽ അംഗമാകുന്നുള്ളൂ എന്ന ഈ ഒരു വാക്യത്തിന്റെ പിൻബലത്തിലാണ് ഈ സ്ഥൈര്യലേപനം എന്ന കൂദാശ പാരമ്പര്യ സഭകൾ നടപ്പിലാക്കിയിരിക്കുന്നത്. അതുകൂടെ നിങ്ങൾ പ്രിയപ്പെട്ടവർ വ്യക്തമായി മനസ്സിലാക്കണം. ഇതിന്റെ അർത്ഥം എന്താണ്? പ്രവൃത്തികൾ 2:47 കാണുന്ന രക്ഷിക്കപ്പെട്ടവർ പരിശുദ്ധാത്മ സ്നാനവും ലഭിച്ചവർ ആയിരുന്നു. വ്യക്തമാണ്. അപ്പോൾ എന്താണ്? ഞാനത് കുറച്ചുകൂടെ വ്യക്തമാക്കുക. സുവിശേഷ കേൾവി, യേശുവിൽ വിശ്വാസം, മാനസാന്തരം, ഏറ്റുപറച്ചിൽ, ജലസ്നാനം, പരിശുദ്ധാത്മ സ്നാനം എന്നീ പ്രക്രിയകൾ പൂർത്തിയാകുമ്പോഴാണ് ഒരുവൻ യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ ശരീരത്തിൽ മുഴുകുന്നത്. ആ മുഴുകുക എന്ന വാക്ക് ഞാനിപ്പോ പറഞ്ഞുതരാം എന്ന് 1 കൊരിന്ത്യർ 12:13 വ്യക്തമാക്കുന്നു. പ്രിയപ്പെട്ടവരെ ഓർത്തു നോക്കിയേ, ഒരു ദുരുപദേശകർ ഉപയോഗിക്കുന്ന ഒരു വാക്യം നമ്മളൊന്ന് വിചിന്തനം ചെയ്ത് പഠിച്ചപ്പോൾ എത്ര കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാകുന്നത്. അവർക്ക് ഇതിൽ പഠിപ്പിക്കാൻ ഒരു ദുരുപദേശമുള്ളൂ. എന്താണ്? സഭയിൽ ചേരുമ്പോഴേ പരിശുദ്ധാത്മ സ്നാനം ലഭിച്ചു കഴിഞ്ഞു. അങ്ങനെയല്ല, പരിശുദ്ധാത്മ സ്നാനം ലഭിച്ചിട്ടാ സഭയിൽ ചേരുന്നു. സ്തോത്രം. ഇതിലൂടെ വ്യക്തമാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഇനി മുഴുകുന്നതിനെ കുറിച്ച് ഞാൻ പറയാം, നിങ്ങൾക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി തരാം. 1 കൊരിന്ത്യർ 12:13 ആ വാക്യങ്ങൾ മൂലഭാഷയാകുന്ന ഗ്രീക്കിൽ പഠിക്കുമ്പോൾ ആ ഭാഗം പരിശുദ്ധാത്മ സ്നാനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നതേ അല്ല. അവിടുത്തെ വിഷയം പരിശുദ്ധാത്മ സ്നാനം അല്ല. മറിച്ച്, ഇവിടെ ഞാൻ മരിച്ചെന്ന് എഴുതിയത് മറിച്ചെന്നാണ്, മറിച്ച് ക്രിസ്തുവിന്റെ ശരീരത്തിൽ ആഴുന്ന സ്നാനത്തെ കുറിച്ചാ. ക്രിസ്തുവിന്റെ ശരീരത്തിലേക്ക് ഒരു വ്യക്തി മുങ്ങുന്ന, ആ ശരീരത്തിന്റെ ഭാഗമാകുന്ന അതേക്കുറിച്ചാണ് അവിടെ ബാപ്റ്റിസോ എന്നുള്ളതായ പദം ഉപയോഗിച്ചിരിക്കുന്നത്, സ്നാനം എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നത്. ജലസ്നാനത്തെക്കുറിച്ചോ പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ചോ അല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഇംഗ്ലീഷ് പരിഭാഷയിൽ കുറച്ചുകൂടെ വ്യക്തമാണ്. സഭയുടെ ഭാഗമാകുവാൻ പരിശുദ്ധാത്മാവിൽ സ്നാനം അനിവാര്യമാണെന്ന് മുകൾ വാക്യത്തിൽ നമുക്ക് വ്യക്തമാണ്. നമുക്ക് ഇംഗ്ലീഷ് വായിച്ചു കഴിയുമ്പോൾ, for as the body is one and has many members, but all the members of that one body being many are one body, so also is Christ. For by one Spirit we were all baptized into one body. അത് ഒരു പദമാണ്.
ബാപ്റ്റൈസ്ഡ് ഇൻ വൺ ബോഡി എന്ന് വെച്ചാൽ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിലേക്ക് നാം മുങ്ങുകയാണ്, നാം അതിനോട് ചേരുകയാണ്, അതിൽ ആഴ്ത്തപ്പെടുകയാണ്. ആഴ്ത്തപ്പെടുക, അതാണ് യഥാർത്ഥ മലയാളപദം, ഇവിടുത്തെ മലയാളപദം. whether Jews or Greeks, whether slaves or free, and have all been made to drink into one spirit. ഒരേ ആത്മാവിനാൽ, പരിശുദ്ധ ആത്മാവിനാൽ ഒരു വിശ്വാസി സഭയിൽ ചേരേണ്ടതായ എല്ലാ യോഗ്യതകളും പൂർത്തിയാക്കിയിട്ട് ക്രിസ്തുവിന്റെ ശരീരമായ സഭയുടെ ഒരു ഭാഗമാകുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അന്യോന്യം വഴക്കടിക്കരുത്, നിങ്ങൾ ഭിന്നിക്കരുത്, നിങ്ങൾ മറ്റുള്ളവരെ ഇകഴ്ത്തരുത്, മറ്റുള്ളവരെ പുകഴ്ത്തരുത് എന്നൊക്കെയാണ് പൗലോസ് അപ്പോസ്തലനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അത് പരിശുദ്ധാത്മ സ്നാനവുമായി ബന്ധപ്പെട്ട വിഷയമേ അല്ല. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. പരിശുദ്ധാത്മ സ്നാനത്തിനായി കാത്തിരിക്കേണ്ട ആവശ്യമോ അതിനായി പ്രാർത്ഥിക്കേണ്ട ആവശ്യമോ ഇല്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട അവസാനത്തെ ദുരുപദേശമാണ്. പരിശുദ്ധാത്മ സ്നാനത്തിനായി കാത്തിരിക്കേണ്ട ആവശ്യമോ അതിനായി പ്രാർത്ഥിക്കേണ്ട ആവശ്യമോ ഇല്ല, അതിനെ ഖണ്ഡിക്കുക. പരിശുദ്ധാത്മ സ്നാനം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കുമുള്ള വാഗ്ദത്തമായതിനാൽ ഒരുവൻ ക്രിസ്തുവിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് ജലത്തിൽ സ്നാനപ്പെട്ട് വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ഈ വാഗ്ദത്തം എന്ന് പറയുന്നത് കാത്തിരിക്കുവാനുള്ളതാ, കാത്തിരുന്ന് പ്രാപിക്കുവാനുള്ളതാ വാഗ്ദത്തം എന്ന് പറയുന്നത്. അതൊരു പ്രത്യാശ തരുന്നതാണ്. ദൈവത്തിന്റെ ഓരോ വാഗ്ദത്തവും നമുക്ക് പ്രത്യാശ തരുന്നതാ. എന്തിനു വേണ്ടി? അത് കാത്തിരിക്കാൻ വേണ്ടി നമ്മൾ അതിനുവേണ്ടി ഇരിക്കും, അതിനുവേണ്ടി പ്രാർത്ഥിക്കും, അതിനുവേണ്ടി യാചിക്കും, ദൈവവുമായിട്ട് അടുത്ത് ചെല്ലും അതിനുവേണ്ടി. സ്തോത്രം. കാരണം പരിശുദ്ധാത്മ സ്നാനം എന്നത് പരിശുദ്ധാത്മാവ് ഒരുവന്റെ ഉള്ളിൽ വാസം ചെയ്യുന്നതോ പരിശുദ്ധാത്മാവിന്റെ സഹായവും നടത്തിപ്പും അനുദിന ജീവിതത്തിൽ ലഭിക്കുന്നതോ അല്ല, മറിച്ച് ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുന്നതാണെന്ന് യേശു കർത്താവ് തന്നെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ ഉയരത്തിൽ നിന്ന് ആരുടെയൊക്കെ മേൽ ശക്തി ഇറങ്ങിയോ അവർ എല്ലാവരും ഒന്നുകിൽ, ഇനി ഞാൻ പറയാൻ പോകുന്നത്, പരിശുദ്ധാത്മ സ്നാനം ഒരുവൻ ഏറ്റിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? പ്രകടമായ മാറ്റം ഞാൻ പറയുന്നത്. ഒരു വ്യക്തിയുടെ ഉള്ളിൽ സ്നേഹം ജനിക്കുകയും അത് പ്രദർശിപ്പിക്കുകയും ചെയ്ത് അതൊക്കെ പിന്നീടാണ്. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വരുമ്പോൾ, പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുമ്പോൾ വിശുദ്ധ വചനം എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? ആ സ്പോട്ടിന്റെ കാര്യം ഞാൻ പറയുന്നത്, ആ ഒരു പെർട്ടിക്കുലർ മൊമെന്റിന്റെ കാര്യം ഞാൻ പറയുന്നത്. എന്താണ് വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുന്നു? ദൈവശക്തി ഉയരത്തിൽ നിന്ന് ആരുടെയെങ്കിലും മേൽ വന്നെങ്കിൽ എന്തൊക്കെ ചെയ്തു? ഒന്നുകിൽ അവർ പ്രവചിച്ചു, അതല്ലെങ്കിൽ അന്യഭാഷകളിൽ സംസാരിച്ചു. ഇത് രണ്ടുമല്ലെങ്കിൽ അവർ വൻ കാര്യങ്ങളെ പ്രവർത്തിക്കുകയോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയോ ചെയ്തു. ഞാൻ ഈ വൻ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ശിംശോനെ കുറിച്ച് ഓർത്തോണം. വൻ കാര്യങ്ങൾ ഞാൻ അതൊക്കെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. ദൈവശക്തി ഒരു വ്യക്തിയുടെയെങ്കിലും മേൽ ഇറങ്ങിയെങ്കിൽ ആ വ്യക്തി ഈ പറഞ്ഞിരിക്കുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ഒന്നുമല്ലെങ്കിൽ ഒരു സങ്കീർത്തനം ആലപിച്ചിട്ടുണ്ട് ശക്തമായിട്ട്, മൊമെന്ററിലി, കേട്ടോ. പുസ്തകം നോക്കി വായിക്കുന്നല്ല ഞാൻ പറയുന്നു. അതുപോലെ ഈ നല്ല ആത്മാവിൽ നിറഞ്ഞ പാട്ട് എഴുതുന്ന നമ്മുടെ പ്രിയ അപ്പച്ചന്മാരൊക്കെ, സ്തോത്രം, അവരുടെ മേലൊക്കെ ഈ പരിശുദ്ധാത്മ സ്നാനം അവര് ഏറ്റെടുത്തിട്ടാണ്, അവർ പ്രാപിച്ചിട്ടാണ് അക്കാര്യം ചെയ്യുന്നത്. അതല്ലാതെ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട ഒരു പാട്ട് എഴുതാൻ പറ്റില്ല. സ്തോത്രം, ഹല്ലേലൂയ. പാണ്ഡിത്യത്തിൽ എഴുതാം, വചന പാണ്ഡിത്യത്തിൽ പാട്ട് എഴുതാം, അത് പക്ഷെ പരിശുദ്ധാത്മാവിലുള്ള പാട്ടല്ല. സ്തോത്രം. ഒരു പക്ഷേ അങ്ങനെ പാണ്ഡിത്യത്തിൽ എഴുതി അനേക പാട്ടുകൾ പാടി നാം ഇന്നും ദൈവത്തെ ആരാധിക്കുന്നു. അതിനായി നന്ദിയുണ്ട്, അതിനായി ആ എഴുതിയവരോട് നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. പക്ഷെ അപ്പോൾ തന്നെ അങ്ങനെ ആരെങ്കിലും ഇതുപോലുള്ള ദുരുപദേശങ്ങൾ പഠിപ്പിച്ചെങ്കിൽ അവരോടുള്ള എതിർപ്പും പ്രകടമാക്കുകയാണ്. അവരോടുള്ള എതിർപ്പ് പ്രകടമാക്കിക്കൊണ്ട് തന്നെ അവരെഴുതിയ നല്ല ഈടുറ്റ പാട്ടുകൾ ഞങ്ങൾ പാടുകയും ചെയ്യുന്നു. അതും കൂടി ഓർപ്പിച്ചോട്ടെ. ഉയരത്തിൽ നിന്നും ശക്തി ലഭിച്ചിട്ട് അനങ്ങാതെ ക്രിയാരഹിതമായിരുന്ന ഒരൊറ്റ സംഭവം പോലും വിശുദ്ധ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഒന്ന് ഓർത്തു നോക്കിയേ. മറിയയ്ക്ക് എന്താ സംഭവിച്ചേ? യേശുവിന്റെ അമ്മയ്ക്ക് എഴുന്നേറ്റ് ഓടി. എവിടേക്ക് ഓടി? എലിശുബായെ ശുശ്രൂഷിക്കാനായിട്ട്. സ്തോത്രം, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ തന്റെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിനാൽ ഉരുവായ വചനം ജഡമായി തീർന്ന ക്രിസ്തുവിനെ ഉദരത്തിൽ പേറിക്കൊണ്ട് യേശുവിന്റെ അമ്മയായ വിശുദ്ധ മറിയം ഓടി. ഹല്ലേലൂയ. പരിശുദ്ധാത്മ ശക്തിയാൽ തന്നെ ഓടി. താൻ എലിശുബയുടെ അടുത്ത് ചെന്നപ്പോൾ വന്ദനം കേട്ടിട്ട് എലിശുബയുടെ ഉള്ളിലെ
ശിശു പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് തുള്ളിച്ചാടി. ശിശു പോലും വെറുതെ ഇരുന്നില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്നെ കേൾക്കുന്ന ഒരു വ്യക്തിയെങ്കിലും നിങ്ങൾ പരിശുദ്ധാത്മ സ്നാനം ഏറ്റു എന്ന് അവകാശപ്പെടുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങൾ പരിശുദ്ധാത്മ സ്നാനം ഏറ്റ സമയത്ത് എന്തെങ്കിലും സംഭവിച്ചോ, അതോ അനങ്ങാമ്പാറ പോലെ കരിങ്കല്ല് പോലെ കസേരയിൽ ഇരുന്നോ എന്ന്. അങ്ങനെയെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ നിമിഷം വരെ പരിശുദ്ധാത്മ സ്നാനം എന്ന പിതാവിന്റെ വാഗ്ദത്തം ലഭിച്ചിട്ടില്ല. നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. ഈ നിമിഷം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ കർത്താവ് പ്രാർത്ഥന കേട്ട് അളവില്ലാതെ തരുവാൻ തയ്യാറാണ്. സ്തോത്രം, ഹല്ലേലൂയ. അടുത്ത സ്ലൈഡിലേക്ക് പോകട്ടെ. പരിശുദ്ധാത്മ സ്നാനത്തിനുള്ള കാത്തിരിപ്പിന്റെ ഏറ്റവും വ്യക്തമായ ഉദാഹരണമാണ് പ്രവൃത്തികൾ 8-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. യാതൊരു വ്യാഖ്യാനവും അവിടെ ആവശ്യമില്ല. ഒരു സാധാരണ വിശ്വാസിക്ക് വ്യക്തമായി ഗ്രഹിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുകയാണത്. ദുരുപദേശക്കാർക്ക് മാത്രം അത് ഇതുവരെ ഗ്രഹിക്കാൻ സാധിച്ചിട്ടില്ല, അവർക്ക് വ്യാഖ്യാനിക്കാൻ സാധിച്ചിട്ടില്ല ആ ഒരു ഭാഗം. അനന്തരം യെരുശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമര്യർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട്, എന്താണ് ശമര്യർ ദൈവവചനം കൈക്കൊണ്ടു, അവർ മാനസാന്തരപ്പെട്ടു, യേശുവിൽ വിശ്വസിച്ചു, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ, ഫിലിപ്പോസിന്റെ കൈക്കീഴിൽ സ്നാനവും ഏറ്റു. വെള്ളത്തിൽ മുങ്ങി അവർ സ്നാനപ്പെട്ടു. എന്നിട്ട് അവർ ചെന്ന്, യോഹന്നാനും പത്രോസും അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ പ്രാർത്ഥിക്കണോ പ്രിയപ്പെട്ടവരെ? പരിശുദ്ധാത്മാവിന് ലഭിക്കാൻ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മ സ്നാനമെന്ന പിതാവിന് വാഗ്ദത്തം ലഭിക്കാൻ പ്രാർത്ഥിക്കണോ? ദുരുപദേശം ഖണ്ഡിക്കപ്പെടുന്നത് കണ്ടോ? വിശുദ്ധ വചനം തന്നെ ദുരുപദേശത്തെ ഖണ്ഡിക്കുകയാണ്. സ്തോത്രം. എന്നിട്ട് അന്ന് വരെ അവരിൽ ആരുടെയും മേലും ആത്മാവ് വന്നിരുന്നില്ല. അവർ എന്തൊക്കെ ചെയ്തു? അവർ സുവിശേഷം കേട്ടു, അവർ മാനസാന്തരപ്പെട്ടു, അവരുടെ പാപവഴി ഉപേക്ഷിച്ചു, പിതാവിൻ യേശുവിനെ കൈക്കൊണ്ടു, പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ശിഷ്യന്റെ കൈക്കീഴിൽ തന്നെ സ്നാനപ്പെട്ടു. എന്നിട്ടും അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചില്ല എന്ന് വെച്ചാൽ അവർ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെട്ടില്ല എന്ന സാരം. പ്രിയപ്പെട്ടവരെ, ഇത്രയും കാര്യം ചെയ്തിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെട്ടവരാണെന്നുള്ള വ്യാജ ചിന്തയിലാണ് ഇപ്പോൾ ഇരിക്കുന്നതെങ്കിൽ, കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നിങ്ങളത് ഏറ്റിട്ടില്ല. പിതാവിന്റെ വാഗ്ദത്തം നിങ്ങൾക്കും ഉള്ളതാണ്. കാത്തിരുന്നു കൊള്ളുക, പ്രാർത്ഥിച്ചു കൊള്ളുക, നിങ്ങൾക്കും അത് ലഭിക്കും. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ദിവസം ഒരു കൂട്ടായ്മയിൽ നിന്ന് പെന്തക്കോസ്തിലേക്ക് കടന്നു വന്ന ഒരു സഹോദരിക്ക് പരിശുദ്ധാത്മ സ്നാനം ലഭിച്ച് അവർ അന്യഭാഷകൾ സംസാരിക്കുന്നത് പറഞ്ഞപ്പോൾ ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരു ദേവദാസൻ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തു. എനിക്ക് വളരെ വിഷമം തോന്നി. സ്തോത്രം. എനിക്ക് തീർച്ചയാണ് എന്റെ പ്രിയപ്പെട്ട ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരു ഗുരുതുല്യം ഞാൻ സ്നേഹിക്കുന്ന ആ പ്രിയപ്പെട്ട അധ്യാപകൻ ഇത് കേൾക്കുമെന്ന് ഞാൻ ഉറക്കുന്നു, മാനസാന്തരപ്പെടുമെന്ന് ഞാൻ ഉറപ്പിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. പരിശുദ്ധാത്മ സ്നാനമാകുന്ന പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി ഇന്നു മുതൽ പ്രാർത്ഥിക്കുമെന്ന് ഞാൻ ഉറപ്പിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അന്ന് വരെ അവരിൽ ആരുടെയും മേലും ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവ് യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റുന്നതേ ഉള്ളൂ. അവർ എന്ന് വെച്ചാൽ പത്രോസും യോഹന്നാനും അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു എന്ന് വെച്ചാൽ അവർ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെട്ടു. എന്നിട്ട് അവിടെ ഞാൻ പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാ സ്നാനം ഉണ്ടാകുമ്പോൾ അവിടെ വെറുതെ ഇരിക്കത്തില്ല, ആള് വെറുതെ ഇരിക്കുകയില്ല, അവിടെ എന്തെങ്കിലും സംഭവിക്കും. അപ്പോൾ അവിടെ പലതും സംഭവിച്ചു, അത് എഴുതിയിട്ടില്ല. ആ സംഭവിച്ചത് കണ്ടപ്പോഴാണ് ശിമയോൻ എന്ന മറ്റേ അദ്ദേഹം ഈ പത്രോസിന് മുമ്പിൽ ഒരു പണക്കിഴിയുമായിട്ട് വരുന്നത്. സ്തോത്രം. ഇതുപോലെ എനിക്കും കൈവെക്കുമ്പോൾ വല്ലതും സംഭവിപ്പിക്കാനുള്ള കഴിവ് തരണമെന്ന് പറഞ്ഞു. സ്തോത്രം. ഞാൻ അതിലേക്ക് അധികം പോകുന്നില്ല. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്ത് തെളിവാണ് വേണ്ടത് പ്രിയപ്പെട്ടവരെ? ഞാൻ ഇതിന്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. സമയം മുന്നോട്ട് പോയിരിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഉപസംഹാരത്തിലേക്ക് വരികയാണ്. ഇതിനുശേഷം നാം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയും അതിനുശേഷം പ്രിയമുള്ളവർക്ക് ഇതിൽ തന്നെ തുടരാൻ സാധിക്കുന്നവർക്ക് തുടരുവാനും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുവാനും ഉള്ള സമയമുണ്ട്. അതുപോലെ തന്നെ ഫേസ്ബുക്ക് ലൈവ് ഓഫ് ചെയ്യുന്നതായിരിക്കും, പക്ഷേ സൂം ലൈവിൽ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും സൂമിൽ ജോയിൻ ചെയ്യണമെങ്കിൽ അതിന്റെ നമ്പർ 333467893 പാസ്കോഡ് ആമേൻ. ഞാൻ എന്റെ ഫേസ്ബുക്കിൽ അത് ധാരാളമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കടന്നു വരാം, ഇക്കാര്യം ചർച്ച ചെയ്യാം. ഞാൻ ഓൺലൈൻ ആയിരിക്കും, സൂമിൽ ഓൺലൈൻ ആയിരിക്കും. സ്തോത്രം.
പ്രിയമുള്ളവരെ, ദുരാത്മബാധിതരായ ദുരുപദേശകരുടെ കൗശലത്തിൽ കുടുങ്ങി നമുക്കുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ നഷ്ടമാകാതെ വിശുദ്ധ വേദപുസ്തകം വായിച്ച് പഠിച്ച് ഗ്രഹിച്ച് ദൈവിക വാഗ്ദത്തങ്ങൾക്കായി ക്ഷമയോടെ കാത്തിരുന്ന് പ്രാപിച്ച് ക്രിസ്തുവിൽ ജയജീവിതം നയിച്ച് മുന്നേറുവാൻ ഞാൻ പ്രിയപ്പെട്ടവരായ എന്റെ സഹോദരങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ നിമിഷം വരെയും ഈ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിച്ച് ആശീർവദിച്ച് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിനു ശേഷം ചർച്ച തുടരുന്നതാണ്. അതിനായിട്ട് പ്രിയപ്പെട്ടവരെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്ന കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. നമുക്ക് വേഗം പ്രാർത്ഥിച്ച് ഈ സെഷൻ അവസാനിപ്പിക്കാം. പ്രിയ കർത്തദാസൻ പാസ്റ്റർ PV ചാക്ക അവറുകൾ നമ്മളൊപ്പം ഉണ്ടല്ലോ. പ്രിയ കർത്തദാസൻ പ്രാർത്ഥിച്ച് ആശീർവദിച്ച് ഈ സെഷൻ അവസാനിപ്പിച്ചിട്ട് നമുക്ക് ചർച്ചയിലേക്ക് പ്രവേശിക്കാൻ കർത്താവ് അനുഗ്രഹിക്കും.